ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ബി എന്ന വെർബിന്റെ ഉപയോഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബി എന്ന വെർബിന്റെ രൂപങ്ങള് സാന്നിധ്യം, പ്രസൻസ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പൊ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പാസ്റ്റ് ഫോമിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ രണ്ട് വാക്കുകൾ, ഒന്ന് സിംഗുലർ ആണ് വാസ്, മറ്റേത് പ്ലൂറലാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ വെർബിന് മാത്രമേ ഇംഗ്ലീഷിൽ ഈ പാസ്റ്റ് ഫോമിൽ രണ്ട് വാക്കുകളുള്ളൂ, സിംഗുലറും പ്ലൂറലും. മറ്റെല്ലാ വെർബ്സിനും 1,70,000-ലധികം വെർബ്സ് ഇംഗ്ലീഷിലുണ്ട്. വേറെ ഒരു വെർബിനും ഇതുപോലെ രണ്ടെണ്ണമില്ല, സിംഗുലറും പ്ലൂറലും വെവ്വേറെയില്ല. ഒരു വാക്ക് തന്നെ സിംഗുലറിനും പ്ലൂറലിനും ഉപയോഗിക്കും. അപ്പൊ മൂന്ന് വാചകങ്ങൾ നമ്മൾ കണ്ടു. ഐ വാസ് ഹിയർ. അപ്പൊ ഇവിടെ ഐയുടെ പ്രത്യേകതയും നമ്മൾ കണ്ടു, മറക്കരുത്. ഐ ഇവിടെ സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുക. ഇംഗ്ലീഷില് ഐ മിക്കപ്പോഴും പ്ലൂറലായിട്ടാണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോ ആം ഇതുപോലെ പ്രത്യേകമായിട്ട് ഉപയോഗിക്കും, ചിലപ്പോ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കും. അപ്പൊ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സന്ദർഭമാണിത്. അപ്പൊ ഐ വാസ് ഹിയർ, ഞാനിവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ക്വസ്റ്റ്യൻ വാസ് ഐ ഹിയർ, ഞാനിവിടെ ഉണ്ടായിരുന്നു. നെഗറ്റീവ് ഐ വാസ് ഇൻ ഹിയർ, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാനിവിടെ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഞാനിവിടെ അല്ലായിരുന്നു, അങ്ങനെയൊക്കെ പറയാം. ഇന്ന് കാണുന്നത് നാലാമത്തെയും അവസാനത്തെയുമായ വാചകമാണ്, അതായത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് നേരത്തെയും കണ്ടിട്ടുള്ളത് പോലെ നെഗറ്റീവ് വെർബ് മുന്നിൽ കൊണ്ടുവന്നിട്ടാൽ മതി. ഇവിടെ നെഗറ്റീവ് വെർബ് വാസിൻഡ്. അപ്പൊ വാസിൻഡ് മുന്നിലിട്ടാല് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയി. വാസിൻഡ് ഐ ഹിയർ, വാസിൻഡ് ഐ ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ, അതാണ് എന്റെ മലയാള അർത്ഥം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ആയിരുന്നില്ലേ. നമുക്ക് മലയാളത്തിൽ പല രീതിയിൽ ആ വാചകം തർജ്ജമ ചെയ്യാൻ പറ്റും. അത് മനസ്സിൽ സൂക്ഷിക്കുക. ഏതൊക്കെ പറഞ്ഞാൽ അതെല്ലാം പ്രസൻസ്, സാന്നിധ്യത്തെ കാണിക്കുന്നതാണെന്ന് മറക്കരുത്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. വാസിൻഡ് ഐ ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ആയിരുന്നില്ലേ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ അല്ലായിരുന്നു, അങ്ങനെ നമുക്ക് പറയാം അല്ലെ. അതെല്ലാം മനസ്സിൽ സൂക്ഷിക്കുക. ഇനി മറ്റൊന്ന് വാസിൻഡ് ഐ, അത് ഒരുമിച്ച് പറയണം. വാസിൻഡ് ഐ ഹിയർ, വാസിൻഡ് ഐ ഹിയർ, വാസിൻഡ് ഐ ഹിയർ, അങ്ങനെയല്ല. വാസിൻഡ് ഐ ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ. വാസിൻഡ് ഐ ദർ, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലേ. വാസിൻഡ് ഐ ഇൻ ദ ക്ലാസ് റൂം, ഞാൻ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നില്ലേ. വാസിൻഡ് ഐ ഇൻ ദ ഹൗസ്, ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ലേ. അടുത്തത് ഹി, വാസിൻ ഹി ഹിയർ, വാസിൻ ഹി ഹിയർ, അവൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ അവൻ ഇവിടെ ആയിരുന്നില്ലേ, അല്ലെങ്കിൽ അവൻ ഇവിടെ അല്ലായിരുന്നോ, അങ്ങനെയൊക്കെ പറയാം. വാസിൻ ഹി ദർ, അവൻ അവിടെ ഉണ്ടായിരുന്നില്ലേ. വാസിൻ ഹി ഇൻ ദ ക്ലാസ് റൂം, അവൻ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നില്ലേ. വാസിൻ ഹി ഇൻ ദ ഹൗസ്, അവൻ വീട്ടിലുണ്ടായിരുന്നില്ലേ. ഷീ, വാസിൻ ഷീ ഹിയർ, വാസിൻ ഷീ ഹിയർ, അവൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ. വാസിൻ ഷീ ദർ, അവൾ അവിടെ ഉണ്ടായിരുന്നില്ലേ. വാസിൻ ഷീ ഇൻ ദ ക്ലാസ് റൂം, അവൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നില്ലേ. വാസിൻ ഷീ ഇൻ ദ ഹൗസ്, അവൾ വീട്ടിലുണ്ടായിരുന്നില്ലേ. നീ രാജു, വാസിൻ രാജു ഹിയർ. സാധാരണ നമ്മൾ അങ്ങനെ ചോദിക്കില്ല, കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടായിരിക്കും രാജുവിനെ കുറിച്ച് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോ രാജുവിന് പകരം നമ്മൾ ഹി വയ്ക്കും. ഓക്കെ, വാസിൻ രാജു ഹിയർ അങ്ങനെ പറയുന്നതിൽ എളുപ്പമാണ് വാസിൻ ഹി ഹിയർ, അങ്ങനെ സാധാരണ പറയാറുള്ളൂ. അത് മനസ്സിൽ സൂക്ഷിക്കണേ. പക്ഷെ അതിനെ പറയാം വാസിൻ രാജു ഹിയർ, ചോദിക്കാം. പക്ഷെ സാധാരണ അങ്ങനെ ചോദിക്കാറില്ല. രാജുവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ചോദിക്കുക. അപ്പോ സ്വാഭാവികമായിട്ട് ഹി ഉപയോഗിക്കും. അതുപോലെ സീത, സീതയ്ക്ക് പകരം ഷീ ഉപയോഗിക്കും. മൈ ഫ്രണ്ട്, വാസിൻ മൈ ഫ്രണ്ട് ഹിയർ, അങ്ങനെ ചോദിക്കാം. എന്റെ കൂട്ടുകാരൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, വാസിൻ മൈ ഫ്രണ്ട് ഹിയർ. ഓക്കെ, അങ്ങനെ ചോദിക്കാം. സാധാരണ മൈ ഫ്രണ്ട് പുരുഷനാണെങ്കിൽ ഹി ഉപയോഗിക്കും, സ്ത്രീ ആണെങ്കിൽ ഷീ ഉപയോഗിക്കും. ഓക്കെ, ഇങ്ങനെയും പറയാം. വാസിൻ മൈ ഫ്രണ്ട് ഹിയർ, എന്റെ കൂട്ടുകാരൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ. വാസിൻ മൈ ഫ്രണ്ട്, എന്റെ കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നില്ലേ. വാസിൻ മൈ ഫ്രണ്ട് ഇൻ ദ ക്ലാസ് റൂം, എന്റെ കൂട്ടുകാരൻ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയും പറയാം. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഈ രീതിയിലാണ് കൂടുതൽ ഉപയോഗിക്കുക. ഓക്കെ, നമുക്ക് ഇനി ഇത് നോക്കാം. ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്, മറന്നേക്കരുത്. വാസിൻഡ് ഐ വിത്ത് മീ, വാസിൻഡ് ഐ വിത്ത് മീ, ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ. അർത്ഥമില്ലാത്തൊരു വാചകമാണ്, അത് നമ്മൾ വിടുന്നു. വാസിൻഡ് ഐ വിത്ത് അസ്, ഞാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ. അർത്ഥമില്ലാത്ത മറ്റൊരു വാചകം, അത് നമ്മൾ ഉപേക്ഷിക്കുകയാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നോക്കണേ. അർത്ഥമില്ലാത്ത വാചകങ്ങളാണെങ്കിൽ വിട്ടേക്കണം. വാസിൻഡ് ഐ വിത്ത് യു, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ. വാസിൻഡ് ഐ വിത്ത് യു, വാസിൻഡ് ഐ വിത്ത് യു, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ, നിന്റെ കൂടെ ആയിരുന്നില്ലേ, ഞാൻ നിന്റെ കൂടെ അല്ലായിരുന്നോ, അങ്ങനെയൊക്കെ പറയാം. സാന്നിധ്യമാണ്, പ്രസൻസ് ആണെന്ന് മറക്കരുത്. വാസിൻഡ് ഐ വിത്ത് ഹിം, ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ. വാസിൻഡ് ഐ വിത്ത് ഹർ, ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ. വാസിൻഡ് ഐ വിത്ത് ദം, ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ. വാസിൻഡ് ഐ വിത്ത് ദ ചിൽഡ്രൻ, ഞാൻ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ.
ഇനി ഹി വെച്ചല്ലേ. വാസ് ഇൻ ഡി വിത്ത് മീ, വാസ് ഇൻ ഡി വിത്ത് മീ, അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ. വാസ് ഇൻ ഡി വിത്ത് അസ്, അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ. വാസ് ഇൻ ഡി വിത്ത് യു, അവൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ. വാസ് ഇൻ ഡി വിത്ത് ഹിം, അവൻ അയാളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ. വാസ് ഇൻ ഹി വിത്ത് ഹർ, അവൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ. വാസ് ഇൻ ഹി വിത്ത് ദം, വാസ് ഇൻ ഹി വിത്ത് ദം, അവൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ. വാസ് ഇൻ ഹി വിത്ത് ദ ചിൽഡ്രൻ, അവൻ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ. ഷീ വെച്ചല്ലേ. വാസ് ഇൻ ഷീ വിത്ത് മീ, അവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ. വാസ് ഇൻ ഷീ വിത്ത് അസ്, അവൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ. വാസ് ഇൻ ഷീ വിത്ത് യു, വാസ് ഇൻ ഷീ വിത്ത് യു, അവൾ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ. വാസ് ഇൻ ഷീ വിത്ത് ഹിം, അവൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ. വാസ് ഇൻ ഷീ വിത്ത് ഹർ, അപ്പൊ അത് വേറൊരു സ്ത്രീയാ, അവൾ അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ. വാസ് ഇൻ ഷീ വിത്ത് ദം, അവൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ. വാസ് ഇൻ ഷീ വിത്ത് ദ ചിൽഡ്രൻ, അവൾ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ. ഇനി രാജു, സീത, മൈ ഫ്രണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇതിന് പകരം ഹിയോ ഷിയോ ഒക്കെ ഉപയോഗിക്കുകയുള്ളൂ. കാരണം ഇവരെ കുറിച്ച് പറഞ്ഞിട്ടായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ചോദിക്കാം നേരത്തെ കണ്ടതുപോലെ. അപ്പൊ അത് മനസ്സിൽ സൂക്ഷിക്കുക. നമ്മൾ 4 വാചകങ്ങളാണ് കണ്ടത്. ഐ വാസ് ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ, വാസ് ഐ ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നെഗറ്റീവ്, ഐ വാസ് ഇൻ ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് കണ്ടത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ, വാസ് ഇൻ ഐ ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ആയിരുന്നില്ലേ, അല്ലെങ്കിൽ ഞാനിവിടെ അല്ലായിരുന്നു. പല രീതിയിൽ പറയും. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. ഒരാളെ കൂടി കണ്ടെത്തിയിട്ട് മലയാളം, ഇംഗ്ലീഷ്, അതിന്റെ 10 പ്രാവശ്യം ഓരോ വാചകവും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അർത്ഥമില്ലാത്ത വാചകം ഉണ്ടെങ്കിൽ അത് വിട്ടേക്ക്. മറ്റു വാക്കുകളൊക്കെ ഉപയോഗിക്കാം, പക്ഷെ അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കുക. എല്ലാ വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് ദിവസമെങ്കിലും പഠിക്കുക. ഈ ഫോംസ് വെച്ച് കളിയാണ് ഇംഗ്ലീഷ്. അപ്പൊ അതറിഞ്ഞിരിക്കണം. അതിൽ പുതിയ വാക്കുകളും പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം,
ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഇവിടെ ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മളിത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഡി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റില് 5ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വെർബുകൾക്ക് ധാരാളം രൂപങ്ങളുണ്ട്. 4 രൂപങ്ങൾ, ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ കാണുകയുണ്ടായി. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പൊ ഇതിൽ നമ്മൾ 3 ഫോമേ പഠിക്കുകയുള്ളൂ, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇരിക്കുന്നത്, വെർബ് ബി ഒഴിച്ച് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ബേസ് ഫോം പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ടതില്ല. അപ്പൊ ഞാൻ വായിക്കുകയാണ്. bend, 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 send, 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 spend, 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 lend, lend, lend. ഈ വാക്കുകള് വെർബുകളെ ശ്രദ്ധിക്കുക. ഇവിടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് പ്രത്യേകം പഠിക്കണം. ഇങ്ങനെയുള്ള വെർബുകളൊക്കെ ഒന്നുകിൽ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമ്മളത് വായിക്കുകയാണ്. ആർഗ്യൂ, ആർഗ്യൂഡ്, ആർഗ്യൂഡ്, അപ്പിയർ, അപ്പിയർഡ്, അപ്പിയർഡ്, avoid, avoided, avoided, boast, boasted, boasted, bow, bowed, bowed, chase, chased, chased, cheat, cheated, cheated, confess, confessed, confessed, consider, considered, considered, discover, discovered, discovered, deceive, deceived, deceived, encourage, encouraged, encouraged, explain, explained, explained, frighten, frightened, frightened, gather, gathered, gathered, happen, happen, happened, hate, hated, hated, imagine, imagined, imagined, inform, informed, informed, kick, kicked, kicked, kill, killed, killed, marry, married, married, melt, melted, melted, observe, observed, observed, പ്ലാൻ, പ്ലാന്റഡ്, പ്ലാന്റഡ്. ഇത് നിങ്ങൾ ആവർത്തിച്ച് പഠിക്കണേ. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ് ഇവയെല്ലാം. ഇത് നമ്മൾ പഠിക്കണം, അർത്ഥം പഠിക്കണം, അതിന്റെ പ്രത്യേകതകളും പഠിക്കണം. ഓക്കെ.